നോക്കായി കാട്ടിലാകാരുടെ വന്യമൃഗങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് കോമഡി. ഞങ്ങൾ അങ്ങനെ മറയൂരെത്തിയപ്പോഴേക്കും നല്ല ചൂടായി തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയാണ് കേസ്. ഇപ്പോൾ വെള്ളം ദാഹിച്ച് വെള്ളം വാങ്ങാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയിരിക്കും. വെള്ളം വാങ്ങി കാന്തല്ലൂരിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന പോത്താണിത്. ഇത് നാടൻ പോത്താട്ടോ, കാട്ടുപോത്തൊന്നുമല്ല. തെറ്റിയിരിക്കല് കാട്ടുപോത്ത നമുക്ക് കാട്ടാട് മലയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഇത് നമ്മളെ ബസ് തന്നെ Drunk and tipsy in the shop, Kal and curry on the house, vibing with the nut pump, tripping on a kuttu paatu. In the shop, tripping in Puntup, vibing with the thing, chilling with the chunk. People call me Vara, make me so sad. I was only chilling on a fire. I'm happy that I'm young, I'm happy that I'm fun. Indini kanna kadibai, Indini Valentine's bro, Indini paridabam bro, Indini kanniru bro, vendavale vendivale. Drunk in a shop, tripping in Puntup. നമ്മളിപ്പോൾ മറയൂര് ശർക്കര ഉണ്ടാക്കുന്ന തോന്നുന്നു. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം കൊറോണ കാരണം ഇവിടെ വീഡിയോ എടുക്കാനുള്ള സമ്മതിക്കുന്നവർക്ക് അറിയത്തില്ല. നമ്മളെ ബാക്കിൽ നല്ല അടിപൊളി പാടം, നെൽപ്പാടം അല്ലേ, നെൽപ്പാടം തോന്നുന്നു. നെൽപ്പാടം ഉണ്ട്, ഇതുണ്ട്, കരിമ്പുണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ അവർ പോയി, നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിരിക്കുവാണ്. ശർക്കര എന്നിട്ട് അവിടെ നിന്ന് തന്നെ പാനി ഇവിടെ ആയിട്ട് ചൂടാക്കുന്നില്ല. ശർക്കര തിളത്തോണ്ടിരിക്കുക. ഇത് ഉണ്ടാക്കി ശർക്കര അവിടെ അവിടുന്ന് വരുന്ന പാലുണ്ട്. ഞങ്ങളിവിടെ ഈ കല്ലാറുള്ളത് ശർക്കര. ഇത് എന്തുണ്ടാക്കിയത് തന്നെയാണോ? ഒരെണ്ണം ടെസ്റ്റ് നോക്കാം. ഗൈസ്, ശർക്കര ടേസ്റ്റ് നോക്കാൻ പോകും. ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നാട്ടിൽ കട്ടം കൂട്ടല്ലേ, വേറെ എന്തോ ടേസ്റ്റ്. നല്ല കൂടുതൽ സാധനമാണ്. ശർക്കര പാനി ടേസ്റ്റ് നോക്കാൻ പോവാം. ശർക്കര പാനി ശർക്കര പാനി കൊള്ളലോ. ഇത് വേറെന്തൊരു രസമല്ല, നല്ല ടേസ്റ്റ്. ആ ചേട്ടൻ പറയണ ഇത് കട്ടയായിട്ട് വരും കേട്ടോ. ഇത് ചൂടാൻ നേരത്തിലും കൂടെ ഒഴിക്കണ്ടേ?
അത് ചൂടായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ അത് കുറുക്കാവണം. ഒത്തിരി സമയം എടുക്കുമോ? ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഉറ്റാക്കണല്ലോ ഇത്. ഇതാ നീരിടുമ്പോഴേക്ക് കളർ അങ്ങനെ തന്നെ വരുമോ? ഓക്കെ, അങ്ങനെയാണ് സംഭവം വരുന്നത്. കാരണം അവിടെ നിന്ന് വരുന്ന നീര് ഇവിടെ വന്ന് തിളപ്പിക്കും. അത് കഴിഞ്ഞ് ഇത് കുറുകിയിട്ട് ഇങ്ങോട്ട് ഒഴിക്കും. അത് കഴിഞ്ഞ ശേഷം ഇവിടെ അത് സെറ്റായി കഴിയുമ്പോഴേക്കും കൈ കൊണ്ട് ഈ ഉരുട്ടിയെടുക്കുകയാണ് ശർക്കരയാണ്. എടുക്കും റൈറ്റ്. അത് നോക്കാം. ഇതിൻ്റെ മുകളിൽ നോക്കി കപ്പി കെട്ടി വലിക്കടാ. കപ്പിയിൽ കെട്ടി ഇത് വലിക്കുക സാധനം. ഇത് ഇവിടെ വലിച്ചിട്ടല്ല ചേട്ടാ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. അല്ല, ഇവിടെ വലിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കില്ലേ? ഇതെന്ത് ചെയ്യണ ഈ സംഭവം? ഗൈസ്, നമുക്കിങ്ങനെ സാധനം കൈ കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം പ്യുവറാണ്. നമ്മളിപ്പോൾ ശർക്കര ഫാക്ടറി കണ്ടു. ശർക്കര ചെറിയൊരു ഒരു വ്യവസായം പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മറയൂരിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പരിപാടിയാണിത്, ശർക്കര. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ ബാക്ക് ടു ഹോം. നല്ല കിട്ടുന്ന വ്യൂ അല്ലേ ഇവിടെ? നല്ല അടിപൊളി കിട്ടുന്ന വ്യൂ. വരുന്നവർക്ക് ഈ റൂട്ടിൽ കൂടെ കയറി കാണാനൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ശർക്കര വാങ്ങിയിട്ട് അവിടെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണ വഴിയാ. ഇതാണ് പൈസനഗർ, ഇത് ചെക്ക് പോസ്റ്റ്. നമ്മൾ പൈസനഗർ എത്തി. ചെക്ക് പോസ്റ്റ് തന്നെ എനിക്ക് എപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 വണ്ടി വന്നിട്ടുണ്ടോ? വേറെ ചെക്കിങ് കാര്യങ്ങളുണ്ടോ? അപ്പുറേന്നും ഇപ്പുറേന്നും ചെക്കിങ് ആണ്. ഇതാണ് ആനക്കോട്ടപ്പാറ. ആനക്കോട്ടപ്പാറ ഇവിടെ ഫുള്ള് തമിഴ്നാട്ടുകാരാണോ അല്ലേ? ഇത് തമിഴ് തമിഴ്ക്കാരാണ്. രാജമല പെട്ടെന്ന് മറ്റേ ഇവിടെയാണ് മരിച്ച് അവരെ ഫോട്ടോ ഒക്കെ എവിടെ എടുത്താലേ? അതിവിടെ രാജമല. അത് നമ്മളെ വന്ന വഴിയില്ലടാ, അല്ല കയറി പോണെന്ന് തോന്നുന്നു. രാജമല പെട്ടിപിടി. ഡോറടിക്കണം, ഡോർ അല്ല ഞാനിപ്പോൾ തുറന്ന. ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിക്കി തുറന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ഫോറസ്റ്റിൻ്റെ ചെക്കിങ് ആണ്. മുകളിൽ കാടല്ലേ, എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് ഓർത്തായിരിക്കും. നമ്മുടെ വണ്ടിക്കകത്തൊന്നും ഇല്ലാത്തവരുടെ നമ്മുടെ കടത്തി വിട്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്ന ഗൈസ്. വന്ന വഴി തിരിച്ചറിയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാണാനൊരു ചെറിയ സ്ഥലത്ത് മാത്രം നമ്മളിവിടെ വരെ വന്നത് ശർക്കര വാങ്ങാനായിരുന്നു ഗൈസ്. ശർക്കര വാങ്ങാനായിട്ട് 100 രൂപയ്ക്ക് നമുക്ക് 1.5 കിലോ ശർക്കര കിട്ടിയിട്ടുണ്ട്. അത് തന്നെ. നോക്കണം, അതിലെ റോഡുണ്ടോ? അതെ, ഇവിടെയുള്ള റോഡും കേട്ടോ. മറ്റേ ആദ്യം വേറുണ്ട് കേസ്. ഇവിടെ നിന്ന് ആൾക്കാർ ചോറിനാണ് കേസ്. നമ്മളെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക. സിഗ്നൽ പോലും ഇല്ല. ഏത് വെച്ചാൽ കണ്ടില്ല. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞു
ഗൈസ് ഇതൊരു വളവായിരുന്നു ഗൈസ്. നമ്മൾ വണ്ടി തിരിച്ചപ്പോൾ മനസ്സിലായി അവിടെ ഒരു സിഗ്നൽ ബോർഡ് പോലും ഇല്ല. സൈൻ ബോർഡ് ഒന്നുമില്ല. താഴെ കാണും മറിയൂരാണ്. മല മൂത്തിരിയാണ്. ഇവിടെ ഒക്കെ ഇറങ്ങിയപ്പോ ചവിട്ടി നോക്കുകയാണെങ്കിൽ കാല് കൊള്ളി പോലായിരിക്കും. പാറെല്ലാം പടുത്തിരിക്കുമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ബുൾസൈ കടിച്ചിരിക്കാൻ പറ്റും. മുട്ട വാങ്ങിക്കൊണ്ടെന്നൊക്കെ ബുൾസൈ അടിക്കണ്ടേ. പ്ലീസ് ഒന്നല്ല പറയണം ഞാൻ. നമ്മളിപ്പോ തിരിച്ച് കോവിൽക്കടവ് എത്തിയപ്പോ ഉള്ള ദൃശ്യം എന്ന് പറയുന്നത് 144 ഒക്കെയാ. പക്ഷെ എല്ലായിടത്തും ആൾക്കാരുണ്ട്. വിത്ത് മാസ്കും ഉണ്ട്, വിത്തൗട്ട് മാസ്കും ഉണ്ട്. വിത്തൗട്ട് മാസ്കാണ് കൂടുതലും. അതേപോലെ നല്ല തിരക്കുമുണ്ട്. ഇവിടെ ഒന്നും കൊറോണ 144 ഒന്നും ആയിട്ടില്ല. ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇത് വലിയ വിഷയമുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ കൊറോണ കൂടുതലെന്നൊക്കെ പറയണേ. കോവിൽക്കടവൊക്കെയാ. പിന്നെ കോവിൽക്കടവ്, മറിയൂര് എന്തുവാണ്. നമ്മുടെ അവിടെ ഇത്രയും തിരക്കില്ലല്ലേ. ഇവൻ അടിമാലി പോലും ഇത്രയും ഇല്ല. കോവിൽക്കടവ് 6. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. കഴിച്ചാക്കാൻ ഒരു അമ്പലമാണ്. വെള്ളമില്ലാന്ന് തോന്നുന്നു. വെള്ളമെല്ലാം വറ്റി. കുറേശ്ശെ വെള്ളമുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഇവിടെ മറിയൂര് തിരിച്ചു വരുന്ന വഴിക്ക് കരിക്ക് കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ചെറിയ ദാഹം, അതുകൊണ്ട് കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തി. അമ്മമ്മയുടെ കരിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെക്കനോട് നിർത്തിയിട്ടുണ്ട്. ഗൈസ് നമ്മളങ്ങനെ കാന്തല്ലൂർ വരെ പോയി ശർക്കര വാങ്ങി തിരിച്ച് വന്ന് മറിയൂര് കഴിഞ്ഞ് ഇപ്പം മൂന്നാർ നമ്മൾ അടുക്കാറായി. അതിൻ്റെ ഒരു ഹൈപ്പർ ലാപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോരെ. And girls, this is that way I really. Tell me, are you ready? എന്റെ നാട്ടില് എനിക്കില്ല ജോലി, സ്വന്തം വീട്ടിലും എനിക്കില്ല നീതി, 10 കാശിനു വകയില്ല പോക്കറ്റിൽ ചിതലിത് ടോട്ടലി ഒഴുവയ വേലി. ഗൈസ് ബ്ലോക്കായി. ഗൈസ് ഫ്രണ്ടിൽ ഒരു വണ്ടി വന്ന് ഇടുന്നു. ബ്ലോക്കായി. പോകാൻ പറ്റുന്നതാണ്. ഓ ഇല്ലല്ലോ, പോവും. അവിടെ ചെളിയാണോ? യെസ് ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടു. I'm a Nirukali drunk, now an alkali drunk. I'm a Nittukali, adichu poosu Malayali. Rajini pola mass if I'm drunk, baby dance. Simple moves theriyadu, only nod and moonwalk. ആ വാള് കൊണ്ട് ഞാൻ പൂക്കള്ളം ഇട്ടു. കവലയില്ല ഞാൻ ആള് കളിച്ചു നോക്കി. ചിരിച്ച ചേച്ചിമാരെ തിരിഞ്ഞു നോക്കി. ഞാൻ വിളിച്ചു ഡാൻസ് like it don't catch a fun. And the snow say I feel like the energy beat is so വെടിച്ചു കൊട്ടുപാട്ട് കെട്ടുപെട്ടു Hennessy. Drunk in a shop, tripping on top, vibing with the thing, chilling with the jungle. In a shop, dull and curry on the house, vibe.
the നാട്ടുപാമ്പ് tripping on a കൊട്ടുപാട്ട് എന്തിനീ Valentine's bro എന്തിനീ പരിതാപം bro എന്തിനീ കണ്ണീര് bro വേണ്ടവളെ വേണ്ടിയവളെ ഗൈസ് കണ്ടല്ലോ ഹൈപ്പർ ലാപ്പ് അടിപൊളിയല്ലേ കാണാൻ. ആ വെയിലിൻ്റെ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നമ്മൾ ആ കയറ്റം കയറി വന്ന വിഷ്വൽ ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട് ഹൈപ്പർ ലാപ്പായിട്ട്. റോഡൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ ഫുള്ള് ടയേർഡായി, പെട്ടെന്ന് പോയിട്ട് വന്നുകൊണ്ടാന്ന് തോന്നുന്നു. കുറേ നാളിന് ശേഷമുള്ള യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ടയേർഡായി. നമ്മൾ മൂന്നാർ എത്തി ഗൈസ്. അങ്ങനെ ഷോർട്ട് ട്രിപ്പ് കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അടുത്ത് വരുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ബൈ ബൈ. the jungle in a shop, kallan curry on the house, vibing with the നാട്ടുപാമ്പ് tripping on a കൊട്ടുപാട്ട്